നോക്കാം. പശ്ചിമബംഗാളിൽ ചരിത്ര വിജയത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുകയാണ് BJP. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പല പേരുകളും ചർച്ചയിലുണ്ട്. വനിതാ മുഖ്യമന്ത്രിയെയും പരിഗണിച്ചേക്കുമെന്നും സൂചനയുണ്ട്. തനി ബംഗാളിയാകും മുഖ്യമന്ത്രിയെന്ന് അമിത്ഷാ പ്രചാരണകാലം പലവട്ടം പറഞ്ഞു. മുഖ്യമന്ത്രി മാംസാഹാരിയാകുമെന്ന് കേന്ദ്രമന്ത്രി സുഗന്ധ മജുംദാറും പറഞ്ഞിരുന്നു. BJP പുറത്തുനിന്നുള്ള പാർട്ടിയാണെന്നും മാംസവും മത്സ്യവുമെല്ലാം നിരോധിക്കുമെന്നുള്ള തൃണമൂൽ പ്രചാരണത്തെ തടയാനായിരുന്നു അത്. എല്ലാം ഒത്തിണങ്ങിയ ഒന്നിലേറെ പേരുകളാണ് BJP ഇപ്പോൾ പരിഗണിക്കുന്നത്. മമതയെ ഭവാനിപ്പൂരിൽ തോൽപ്പിച്ച സുവേന്ദു അധികാരി പാർട്ടിയിലെ കരുത്തനാണ്. 2021 നന്ദിഗ്രാമിലും മമതയെ തോൽപ്പിച്ചു. പക്ഷേ അഴിമതിയുടെ കറയാണ് പ്രധാന തടസ്സം. നാരദ ഒളിക്യാമറ ഓപ്പറേഷനിലൂടെ സുവേന്ദു കൈക്കൂലി വാങ്ങുന്നത് ലോകം കണ്ടതാണ്. പാർട്ടി അധ്യക്ഷൻ എന്ന നിലയ്ക്ക് സാമിക് ഭട്ടാചാര്യയും പരിഗണിക്കപ്പെടും. വനിതാ സംവരണ ബില്ലടക്കം ചർച്ചയാവുന്ന കാലത്ത് വനിതാ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ അതിന് സാധ്യതയുള്ള ഒരാൾ രൂപ ഗാംഗുലിയാണ്. BR ചോപ്രയുടെ മഹാഭാരതത്തിൽ ദ്രൗപദിയുടെ വേഷം ചെയ്ത് പ്രശസ്തയാണ്. അഗ്നിമിത്ര പോൾ മറ്റൊരു പേര്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും മഹിളാ മോർച്ച മുൻ അധ്യക്ഷയുമായിരുന്നു. അസൻസോൾ സീറ്റ് ഇത്തവണ നിലനിർത്തി. മുൻ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷും പട്ടികയിലുണ്ട്. BJPയെ മുഖ്യ പ്രതിപക്ഷമാക്കി മാറ്റിയ 2021 ജയത്തിന് നേതൃത്വം നൽകിയ ആളാണ്. ബംഗാളിൽ നല്ല സ്വാധീനമുള്ള നേതാവുമാണ് ദിലീപ് ഘോഷ്. കൊൽക്കത്തയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.